ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒമ്പതാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന 8 പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആർക്കാണ്, ഏറ്റവും കുറവ് വോട്ട് കിട്ടി പുറത്താവാൻ പോസിബിലിറ്റി കൂടുതൽ ആർക്കാണ് എന്ന് നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ്. അനുമോളും നൂറയും ലക്ഷ്മിയും ജിസേലും നെവിനും അടക്കം ബിഗ് ബോസിലെ ഏകദേശം പ്രധാനപ്പെട്ട ആളുകളെല്ലാം വന്ന ഒരു എവിക്ഷനാണിത്. ആ എവിക്ഷനിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ളതിൽ തർക്കമില്ല. അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. അതായത് വെറും 18,500 വോട്ടുകളുടെ കൂടിയാണ് അനുമോൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. അത് നിസ്സാരമായിട്ടുള്ള വോട്ടല്ല. ഇതിൽ ഏറ്റവും ശക്തമായ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുന്നതും ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യുന്നതും അനുമോൾക്ക് തന്നെയാണ്. തൊട്ട് താഴെയുള്ള നൂറ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ 14,300 വോട്ടുകളാണ്. നൂറയും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉള്ള ഒരാളാണെന്ന് അറിയാമല്ലോ. സ്വാഭാവികമായും നൂറയുടെ ഒരു ഫാൻസിൻ്റെ വോട്ട് നൂറയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. 14,300 വോട്ടാണ് നൂറയ്ക്കുള്ളത്. മൂന്നാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്കുള്ളത് 12,260 വോട്ടാണ്. കാര്യമായിട്ട് കണ്ടൻറ്റൊന്നും രണ്ടാഴ്ചയായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ പോലും റിയാസ് വന്നതിന് ശേഷം ഉള്ള ഫാൻ ബേസ് അതേപോലെ നിലനിർത്തുന്നതിൽ ലക്ഷ്മി വിജയിച്ചു എന്നതിന് തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇത്രയും വോട്ട്. നാലാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്നത് 8,700 വോട്ടാണ്. ജിസേലും ഈ പറയുന്നതുപോലെ വലിയ രീതിയിലുള്ള ഗെയിമർ അല്ലെങ്കിൽ പോലും അവിടെ കണ്ടൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ജിസേലിന് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാം സ്ഥാനത്തുള്ള ജിസേലിന് 8,700 വോട്ടും അഞ്ചാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരിക്കുന്നത് 8,450 വോട്ടാണ്. അതായത് നെവിനും ജിസേലും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവിടെ വോട്ടിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നെവിൻ അവിടെ ഒരു പക്ക എൻ്റർടൈനർ ആയതുകൊണ്ട് ആ രീതിയിലുള്ള വോട്ട് നെവിന് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആറാം സ്ഥാനത്തുള്ള ആദിലേക്ക് ഇരിക്കുന്നത് 7,100 വോട്ടാണ്. 7,100 വോട്ടുകളുടെ കൂടിയാണ് ആദില ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അതായത് നൂറയും ആദിലയും ഒരുമിച്ച് എവിക്ഷനിൽ വന്നതുകൊണ്ട് തന്നെ നൂറയുടെ വോട്ട് സ്പ്ലിറ്റായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏഴാം സ്ഥാനത്തുള്ള ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്നത് 6,870 വോട്ടാണ്. ഈ പറഞ്ഞതുപോലെ എന്തിനാണ് ആ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നതെന്ന് പുള്ളിക്ക് പോലും വ്യക്തമായ ധാരണയില്ല. പുറത്ത് പോകാൻ വേണ്ടി മാനസികമായി തയ്യാറായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ആഴ്ച ആ വീട്ടിൽ നിൽക്കുന്നതെന്നാണ് ലൈവിൽ പറഞ്ഞത്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ഒനീൽ സാബുവിന് കിട്ടിയിരിക്കുന്നത് 6,430 വോട്ടാണ്. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് വീഡിയോട് വിട പറയേണ്ട ഒരാളും ഒനീൽ സാബു ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവാൻ വഴിയില്ല. ഇവിടെ ആക്റ്റീവ് അല്ലാത്ത നിൽക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ഒനീൽ സാബു ആയാലും അതുപോലെ ആകാശ് സാബുമാൻ ആയാലും തുടങ്ങിയ ആളുകൾ. എന്നാൽ ആദില അത്യാവശ്യം കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ കണ്ടൻറ്റ് പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള കണ്ടൻറ്റുകളാണ്. ആവശ്യമില്ലാതെ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുക, പോയി ചൊറിയുക, വഴക്കുണ്ടാക്കുക, അഹങ്കാരവും തൻ്റെ ഇടവും കാണിക്കുക തുടങ്ങിയതൊന്നും പ്രേക്ഷകർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 പേരാണ് ഡേഞ്ചർ സോണിലുള്ളത്. അതായത് ആദിലയും സാബുമാനും ഒനീൽ സാബുവുമാണ് ഡേഞ്ചർ സോണിലുള്ളത്. അതിൽ 2 പേരാണെങ്കിൽ ഒനീൽ സാബുമാനും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലോട്ട് വിട പറയാനാണ് പോസിബിലിറ്റി കൂടുതൽ. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട